കൽവറി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായി കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായി കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലായി ദയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലായി ദയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായി കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായി കൃപയൊന്നു മാത്രം യേശുവേ. അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഓ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായി കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായി കൃപയൊന്നു മാത്രം യേശുവേ. അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. ഓ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായി കൃപയൊന്നു മാത്രം യേശുവേ. 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 Hallelujah. Praise the Lord in the name of Jesus. Amen in the name of Jesus. Hallelujah. ഗത്സമനയിലെ അതിവേദന ആമേൻ അതിലൂടെ കടന്നു പോകുമ്പോഴും നന്ദിയോടെ സ്തോത്രം. ആമേൻ in the name of Jesus. അവന്റെ ഹൃദയത്തിൽ ആമേൻ നാം ഓരോരുത്തരുമായിരുന്നു.
നമ്മുടെ രക്ഷ, നമ്മുടെ പാപങ്ങളുടെ മോചനം, നമ്മുടെ നിത്യജീവൻ. താങ്ക് യു ലോർഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. തൻ്റെ വേദനകൾ താൻ സഹിച്ചത്, തൻ്റെ നിന്ദകൾ താൻ ഏറ്റത്, തൻ്റെ വേദനകൾ വഴി കടന്നു പോകുന്ന വേളകളിലും ആമേൻ എന്നെക്കുറിച്ച് കരയേണ്ട, നിങ്ങൾക്ക് വേണ്ടി കരയുവീൻ, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കരയുവീൻ എന്ന് പറഞ്ഞവനായ കർത്താവിൻ്റെ ഉള്ളത്തിൽ നന്ദിയോടെ സ്തോത്രം. കുറേനക്കാരനായ ശിമോനും ആമേൻ മറ്റും ക്രൂശി ചുമക്കുന്ന വേളകളിൽ അവരെ അതിന് പ്രോത്സാഹിപ്പിക്കാതെ ആമേൻ ക്രൂശി താൻ തന്നെ ചുമക്കാൻ താൻ തീരുമാനിക്കുന്നതിലൂടെ, പ്രയത്നിക്കുന്നതിലൂടെ എൻ്റെ പകൽ പ്രിയമുള്ളവരെ, നമ്മോടുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അവൻ്റെ ത്യാഗത്തിൻ്റെ ആഴമാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്ന് നാം ദിവസങ്ങളിലായിരിക്കുന്നുവെങ്കിൽ അത് അവൻ ക്രൂശിൽ സഹിച്ച വേദനകളുടെ നിമിത്തമാണ്, അവൻ ക്രൂശിൽ അനുഭവിച്ച പാടുകൾ നിമിത്തമത്രേ. അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മിലേക്ക് പകരപ്പെട്ടിരിക്കുന്നത്. ആമേൻ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഏത് സമയത്തും സമയഭേദം കൂടാതെ കൃപാസനത്തിലേക്ക് അടുത്തു വരത്തക്ക വണ്ണം ആമേൻ നമുക്ക് അനുവാദം ലഭിച്ചത് അവൻ്റെ ക്രൂശിലെ മരണത്തിലൂടെയാണ്. താങ്ക് യു ലോർഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഏത് സമയത്ത് മുട്ടുകുത്തിയാലും നമ്മിലേക്ക് പകരുന്നൊരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആമേൻ. ഈ അവസ്ഥയിലേക്ക് നമ്മെ ഉയർത്തിയത് അവൻ്റെ ക്രൂശിലെ മരണമാണ്. അധികാരമുള്ള യേശുവിൻ്റെ നാമം ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ആമേൻ സ്തോത്രം അവൻ്റെ ക്രൂശിലെ ആമേൻ ത്യാഗനിമിത്തം സംഭവിച്ചതാണ്. പ്രിയമുള്ളവരെ, നാം ഇതിന് യോഗ്യരോ അർഹരോ അല്ല. ഇതെല്ലാം കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു, കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു, കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇത്ര വലിയ കൃപ, ഇത്ര വലിയ കൃപ നമ്മിലേക്ക് പകരുവാൻ, ഇത്ര വലിയ കൃപയ്ക്ക് ആമേ നമ്മെ അവകാശികളാക്കി തീർക്കുക, ഓഹരിക്കാരാക്കി തീർക്കുക കർത്താവിന് നമ്മോട് കരുണ തോന്നിയതിനായി ഈ പകൽ നമുക്ക് ദൈവത്തിൽ സ്തോത്രം ചെയ്യാം. താങ്ക് യു ലോർഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ആ അവസാനത്തെ വരികൾ ഒരിക്കൽ കൂടി ഒന്ന് ചേർന്ന് പാടാം. ആമേൻ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. പിതാവേ, നന്ദിയോടെ സ്തോത്രം. ഈ നല്ല പകൽ വേളയ്ക്കായിട്ട് അങ്ങ് വാഴ്ത്തുന്നു. അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ദൈവത്തിന്റെ അവസരത്തിനായി സ്തോത്രം. വിവിധ വിഷയങ്ങൾക്കായി, കുടുംബങ്ങൾക്കായി, സഭയ്ക്കായി, ദേശത്തിനായി അല്പസമയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ആമേ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം തന്നതിനാൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇന്ന് 2 ഗാനങ്ങൾ പാടി നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്തതിനാൽ സ്തോത്രം. തുടർന്ന് നിന്റെ വചനം ഞങ്ങൾ ധ്യാനിക്കാൻ പോകുന്നു. അവിടുത്തെ വചനത്തിൽ നിന്ന് ഞങ്ങളോട് ഇടപെടണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പകൽ ഞങ്ങളോട് ആമേൻ അവിടത്തേക്ക് ഞങ്ങളെ അറിയിപ്പാട് അറിയിക്കണമേ എന്ന് അങ്ങയുടെ സന്നിധിയിൽ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മാനമഹത്വം പുകഴ്ചയുമെല്ലാം അങ്ങേക്ക് യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്തരുടെ പരിശുദ്ധ നാമം മഹിമപ്പെടട്ടും. ஆசீர்வதிக்கப்பட்ட இந்த நல்ல பகல் வேலைக்காக நன்றியுடன் கர்த்தர் நாமத்தை துதிக்கிறேன், ஸ்தோத்திரிக்கிறேன். கூடி வந்துள்ள எல்லா பிரியமானவர்களையும் കർത്തരായ യേശു ക്രിസ്തു നാമത്തിൽ വാഴ്ത്തി വരവേൽக்கிறேன். ഈ പകൽ ദിവസങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. അല്പസമയങ്ങൾ നാം ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ പോവുകയാണ്. ആമേൻ. പപ്പയാണ് ഇന്ന് വചനം സംസാരിക്കുന്നത്. പപ്പ മുമ്പോട്ട് ക്ഷണിക്കുന്നു, അനുവിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു.
വചനം ധ്യാനത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ, വചനം ധ്യാനിക്കാൻ ശരിക്കപ്പിക്കാൻ എൻ്റെയോട് സ്തോത്രം കർത്താവ്. എങ്കിൽ മധ്യ ഇരിക്കണമേ. വചനമായിട്ട് കർത്താവെ എങ്ങളോട് കൂടെ സംസാരിക്കണമേ. പ്രാർത്ഥിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനം ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ആദ്യം തന്നെ 1ാമത്തെ സങ്കീർത്തനത്തിൽ തുടക്കത്തിൽ തന്നെ പറയുന്നു, കർത്താവിൻ്റെ വേദത്തിൽ പ്രിയമായി ഇരുന്ന് യഹോവയും പൗലും അവിടെ വേദത്തിൽ ധ്യാനമാർക്ക് മനുഷ്യനും ഭാഗ്യവാനുണ്ട് ആരംഭത്തിൽ തുടങ്ങിയ. നമ്മുടെ ജീവിതത്തിൽ വചനം വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് 1ാം സങ്കീർത്തനം ഇപ്രകാരം പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചവൻ, ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. വചനം നാം ഡെയിലി ധ്യാനിക്കുവാൻ, കാരണം വചനം ദൈവമാകുന്നുണ്ട്. വചനം നാം ദിവസം തോറും ധ്യാനിക്കണം, കാരണം വചനം ദൈവമാണ്. യോഹന്നാൻ സുവിശേഷം 1ാം അധ്യായത്തിൽ ആദ്യമേ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടുണ്ട്, ആ വചനം ദൈവമായിരുന്നു. 14 വാക്യം വായിക്കുമ്പോൾ ആ വചനം മാംസമായി കൃപയാൽ നിറഞ്ഞ് നമ്മളിലേക്ക് വാസം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 1ാം അധ്യായത്തിൽ തന്നെ നാം കാണുന്നത്, യോഹന്നാൻ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 1ാം അധ്യായത്തിൽ തന്നെ നാം കാണുവാൻ സാധിക്കുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ 14ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ്. വചനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മുഖ്യം. കാരണം വചനത്തെ അവമതിക്കുന്നവൻ നശിച്ചുപോകുമെന്ന് വചനം പറയുന്നുണ്ട്. വചനം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനെ മാനിക്കാത്തവൻ അവൻ നശിച്ചു പോകുന്നു എന്നാണ് വചനം കാണുവാൻ സാധിക്കുന്നത്. തിരുവചനത്തെ വെറുക്കുന്നവനെ പ്രാർത്ഥന ഞാൻ വെറുക്കുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. തിരുവചനത്തെ വെറുക്കുന്നവനെ പ്രാർത്ഥനയെ പോലും ഞാൻ വെറുക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. വചനം ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ ഈ വേദപുസ്തകത്തില് 66 പുസ്തകങ്ങളുണ്ട്. ഈ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളുണ്ട്. ഇതിൽ 66 ഇത് 4 ഗ്രൂപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അതിൽ വേദപുസ്തകത്തിലെ ചരിത്രങ്ങൾ കാണാം. 4 ഭാഗങ്ങളായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ചരിത്ര പുസ്തകങ്ങളാണ്, രണ്ടാമത് ദീർഘദർശനങ്ങൾ, രണ്ടാമതായിട്ട് പ്രവചന പുസ്തകങ്ങളാണ്, മൂന്നാമത് ആലോചനകൾ, മൂന്നാമതായിട്ട് ആലോചനകളാണ്, അടുത്തത് യേശുവിന്റെ ഉപദേശങ്ങൾ, അത് കൽപ്പനകൾ, അടുത്തത് യേശുവിന്റെ ഉപദേശങ്ങൾ, കൽപ്പനകളാണ്. ഈ 4 ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ 4 കാര്യവും ഈ വേദപുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ചരിത്രങ്ങളെല്ലാം എല്ലാ ചരിത്രങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. എല്ലാ ചരിത്രങ്ങളും ഈ വേദപുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ആദ്യകാലത്തിൽ ഈ ലോകം ഉണ്ടാകും മുതൽ ഉള്ള ഈ രാജാക്കന്മാർക്ക് എല്ലാവരും ചരിത്രങ്ങളും ഉലകം ഉണ്ടായ എല്ലാ വിഷയങ്ങളും ഈ ചരിത്രത്തിൽ അടങ്ങിയിട്ടുണ്ട്. ആദ്യകാലത്തിൽ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് മുതലുള്ള രാജാക്കന്മാരുടെ മുതലുള്ള എല്ലാ ചരിത്രങ്ങളും ഈ വേദപുസ്തകത്തിൽ. ലോകത്തിന്റെ ചരിത്രം കാണണമെങ്കിൽ വേദപുസ്തകം നോക്കിയാൽ മതി. ലോകത്തിന്റെ ചരിത്രം കാണണമെങ്കിലും വേദപുസ്തകം നോക്കിയാൽ മതി. ഇങ്ങനെ 4 ഗ്രൂപ്പായിട്ട് നമ്മുടെ വേദപുസ്തകം കാണാൻ സാധിക്കും. ലോകത്തിന്റെ ചരിത്രം കാണണമെങ്കിൽ ഈ വേദപുസ്തകം നാം ധ്യാനിച്ചാൽ മതി. അടുത്ത ദീർഘദർശനങ്ങൾ, ആലോചനകൾ, യേശുവിന്റെ ഉപദേശങ്ങൾ, കൽപ്പനകൾ, ഈ 4 ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ദീർഘദർശനങ്ങൾ, പ്രവചനങ്ങൾ, ആലോചനകൾ, കർത്താവിന്റെ കൽപ്പനകൾ, ചരിത്ര പുസ്തകങ്ങൾ, ഈ 4 കാര്യങ്ങളുമാണ് ഈ വേദപുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളത്. നമ്മുടെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന വേദപുസ്തകത്തെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും. വചനം നമ്മുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് വെളിച്ചവും ആയിരിക്കുന്നു. നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റുന്ന ഒരു വാക്യം, വചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമാണെന്നൊരു വാക്യം കാണുവാൻ സാധിക്കുന്നു. ദൈവവചനം നമ്മെ നുറുക്കും ചമ്മട്ടി, അതായത് നുറുക്കും ചുറ്റിയായിരുന്നുണ്ട്. ദൈവവചനം നമ്മളെ നുറുക്കുന്ന ഒരു ചമ്മട്ടിയോട് ഉപമിച്ചിരിക്കുന്നു. അത് ദൈവവചനം നമ്മളെ ബലപ്പെടുത്തുന്നു. ദൈവവചനം നമ്മെ ബലപ്പെടുത്തുന്നതാണ്. പാൽ ഒരു മനുഷ്യനെ ബലപ്പെടുത്തുന്നത് പോലെ ദൈവവചനം നമ്മളെ ബലപ്പെടുത്തുന്നു. പാൽ ഒരു മനുഷ്യനെ ബലപ്പെടുത്തുന്നത് പോലെ ദൈവവചനം നമ്മളെയും ബലപ്പെടുത്തുന്നു. ദൈവവചനം വെട്ടുന്ന പട്ടയം, അത് ഇരുമുറ മൂർച്ചയുള്ള വാളാണുണ്ട് വേദവചനം. ദൈവവചനം ഇരുപുറവും മൂർച്ചയുള്ള വാളാണ് ദൈവവചനം. വേദവചനം നമ്മെ പോഷിക്കും, നമ്മുടെ ശരീരത്തെ പുഷ്ടിയാക്കുന്നതാണ് വേദവചനം. ദൈവവചനം നമ്മളെ പോഷിപ്പിക്കുകയും നമ്മുടെ ശരീരത്തിന് ബലം നൽകുകയും ചെയ്യുന്നതാണ് ദൈവവചനം.
മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ രണ്ടാം വായിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു 40 ദിവസം ഉപവാസം ഇരുന്ന ശേഷം പിശാചായൻ കർത്താവിനെ ചോദിക്കുമ്പടിയായി വരുന്നുണ്ട്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു കർത്താവ് 40 ദിവസക്കാലം ഉപവാസം ഇരുന്നപ്പോൾ മരുഭൂമിയിൽ പിശാച് ചോദിപ്പാൻ വേണ്ടി കടന്നു വരുന്നത് വായിപ്പാൻ സാധിക്കുന്നു. യേശു വളരെ ദാഹത്തോട് പശുവോട് ഇരിക്കുമ്പോഴാണ് ഈ സാത്താൻ കടന്നു വരുന്നത്. യേശു കർത്താവ് ദാഹത്തോടും വിശപ്പോടും കൂടെ ഇരിക്കുമ്പോഴാണ് പിശാച് കടന്നു വരുന്നത്. അപ്പം പിശാചിനൊക്കെ അറിയാം എപ്പോഴത് നമ്മൾ പിശാച് ചോദിക്കാൻ തക്ക സമയം നോക്കിയിരിക്കുന്ന പിശാചായവൻ. യേശു ക്രിസ്തു ചോദിച്ച പിശാച് നമ്മളെയും ചോദിക്കാൻ അവൻ മടിക്കയില്ല. ഏത് സമയത്തും നമ്മളെ ചോദിപ്പാനിരിക്കുന്ന പിശാച് യേശു ക്രിസ്തുവിനെ ചോദിച്ചതുപോലെ നമ്മളെയും ചോദിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്തവനാണ്. ബലഹീനമായിരിക്കുമ്പോൾ, പശയായിരിക്കുമ്പോൾ, ദാഹമായിരിക്കുമ്പോൾ, നമ്മുടെ ബലഹീന സമയത്തിൽ പിശാച് നമ്മളെ ചോദിക്കും. നാം ബലഹീനമായിരിക്കുമ്പോൾ, ദാഹത്തോടെ ഇരിക്കുമ്പോൾ, നമ്മുടെ ബലഹീന സമയങ്ങൾ പിശാച് നമ്മളെ ചോദിപ്പാനിടയാകും. ബലഹീനമായിരുന്ന അവയോടാണ് സാത്താൻ ചോദിച്ചത്. ഇത് തന്നെയാണ് ഹൗവായോട് പിശാച് വന്ന് ചോദിച്ചത്. യേശു ക്രിസ്തു സാത്താൻ പറഞ്ഞത്, നീ വലിയ പശിയായിട്ട് വലിയ ദാഹമുണ്ട്, പശിയുണ്ടല്ലോ, അതുകൊണ്ട് നീ ഈ കല്ല് അപ്പമാക്കി കഴിക്കുക, അപ്പം നിന്റെ പശി അടങ്ങുമെന്ന് പറഞ്ഞു. ഇവിടെ കർത്താവിനോട് ചോദിക്കുന്നത്, നീ ദാഹത്തോടും വിശപ്പോടും കൂടി ഇരിക്കുന്നു, ഈ കല്ല് അപ്പമായി നീ കൽപ്പിച്ച് അതിനെ ഭക്ഷിക്കാൻ എന്നാണ് പിശാചു പറഞ്ഞത്. നീ ഏൻ ദാഹത്തോട് പശുവോട് ഇരിക്കണം, ഈ കല്ല് സാപ്പിട്ടാൽ പോതുമേ, പശു അടങ്ങുമേ എന്ന് തന്ത്രത്തോട് യേശു നീ എന്തിനാണ് ദാഹത്തോടും വിശപ്പോടും കൂടി ഇരിക്കുന്നത്, ഇതിനോട് കൽപ്പിച്ചാൽ ഈ കല്ല് അപ്പമായി തീരുമെന്ന് തന്ത്രത്തോടു കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ യേശു പറഞ്ഞു, മനുഷ്യൻ 4-ാം വാക്യത്തിൽ മനുഷ്യൻ അപ്പത്തിനാൽ മാത്രമല്ല ദൈവന്റെ വായിൽ പുറപ്പെട്ട ഓരോ വാർത്തകൾ പിഴപ്പാണ്ട് യേശുവാനും മറുപടി പറഞ്ഞു. അപ്പോൾ മത്തായി 4-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, കർത്താവ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എഴുതിയിരിക്കുന്ന വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് യേശു പറഞ്ഞു. എഴുതിയിരിക്കുന്നുവെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നുവെന്ന് കർത്താവ് ഉത്തരം പറഞ്ഞു. എവിടെ എഴുതിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഉപാഗമം 8-ാം അധ്യായത്തിൽ 3-ാം വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അതെവിടാണ് എഴുതിയിരിക്കുന്നത്? ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. മനുഷ്യൻ 8:3 മനുഷ്യൻ അപ്പത്തിനാൽ മാത്രമല്ല കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ஒவ்வொரு வார்த்தையினாலும் பிழைப்பான் என்பதை உனக்கு உணர்த்தும்படி நீயும் பிதாக்கள் அறியாதிருக்க மன்னாவினால் உன்னை പോഷിച്ചേൻ എன்கிற കർത്താവ്. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്നും പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നാഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. കൊടുക്കപ്പെട്ടതാണ് ഈ വാഗ്ദത്തം. ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കപ്പെട്ടതാണ് ഈ വാഗ്ദത്തം. അപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ അപ്പത്തിനാൽ മാത്രമല്ല കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഓരോ വാർത്തനാളും മനുഷ്യൻ പിഴപ്പാനുണ്ട് ഇവിടെ വിളിച്ചു. ഇതാണ് കർത്താവ് പിശാചിനോട് പറഞ്ഞത്, ഉത്തരമായിട്ട് പറഞ്ഞത്. ഈ വാക്യമാണ് കർത്താവ് പിശാചിനോട് ഉത്തരമായിട്ട് മറുപടിയായിട്ട് പറഞ്ഞത്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 35 വചനത്തില് യേശു சொல்கிறார், ஜீவ அப்பா நானே, என்னிடத்தில் வருகிறவன் ஒருக்கிலும் பசி அடையான் தாகம் அடையான். യോഹന്നാൻ സുവിശേഷം 6:35 യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. അപ്പോൾ യേശുവിന്റെ വരുന്നവർക്ക് ഒരിക്കലും വിശപ്പില്ല. യേശുവിന്റെ അടുത്തേക്ക് വരുന്നവർക്ക് വിശപ്പില്ല. 6:33 പറയുന്നുണ്ട്, വാനത്തിലിருந்து ഉലകத்துக்கு ജീവനെ കൊടുക്കുന്ന അപ്പം ദേവൻ അരുളിയ അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. 6-ാം അധ്യായം 33-ാം വാക്യം പ്രകാരം പറയുന്നു, ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു. 6:40 യേശു പറയുന്നു, ഞാൻ തന്നെ ജീവ അപ്പം എന്ന് യേശു കുറിച്ച് പറയുന്നുണ്ട്. 6:48 ഇപ്രകാരം തന്നെ പറയുന്നു, ജീവപ്പം ഞാൻ തന്നെ ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന്. അപ്പൊ ഈ അപ്പം മനുഷ്യന്റെ ശരീരം വചനമായ അപ്പം
சரீரத்தை புஷ்டிப்படுத்துறது, மனசை சரீரத்தையும் புஷ்டிப்படுத்தக்கூடியது, பலம் கொடுக்க வேண்டியது തിരുവചനം. മനുഷ്യന്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നതാണ് ഈ തിരുവചനം എന്ന് പറയുന്ന അപ്പം. അത് ഇത് വിവാഹം 6 അധ്യായത്തിൽ 6-8 വായിക്കുമ്പോൾ ഇത് ഈ വചനം ആഹാരം മാത്രമല്ല, ഈ വചനം ഈ നമ്മുടെ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6 മുതൽ 8 വരെ നമ്മൾ വായിക്കുമ്പോൾ ഈ വചനം ആഹാരം മാത്രമല്ല, ഇതേ നമ്മുടെ മക്കൾക്ക് ഇതേ ചൊല്ലി കൊടുക്ക വേണ്ടും. ഇത് നമ്മുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. അത് ദൈവത്തിന്റെ വചനങ്ങളെ പിള്ളേർക്ക് കർത്താവ് ബോധിക്ക വേണ്ടുമെന്ന് ചൊല്ലപ്പെടുന്നത്. ദൈവത്തിന്റെ വചനത്തെ നിന്റെ മക്കൾക്ക് നീ പറഞ്ഞു കൊടുക്കണമെന്ന് അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ വചനത്തിൽ ജ്ഞാനമുണ്ട്. ഈ വചനം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിന്റെ മക്കൾ ജ്ഞാനത്തിന് വളരാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ ജ്ഞാനമുണ്ട്. ഈ വചനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ജ്ഞാനത്തിൽ വളരുവാൻ അവരെ സഹായിക്കും. എന്നാൽ വീട്ടിൽ ഇരിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഉட்கார்ந்திருக்கும்போதுം വഴി നടക്കുമ്പോഴും ഇവളെ നീ കുറിച്ച് പേശ വേണ്ടും. யாரோடு பேச வேண்டும்? மக்களோடு குறித்து பேச வேண்டும். நீ நடக்கும்போது நின்னோடு തന്നെ பேச வேண்டும். நீ இருக்கும்போது நின்னோடு തന്നെ பேச வேண்டும். வழி நடக்கும்போது பேச வேண்டும். കാരണം ഈ വചനം നിന്നെ പോഷിപ്പിക്കുന്നതായിരിക്കും. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. ആരോട് സംസാരിക്കണം? നിന്റെ മക്കളോട് സംസാരിക്കണം. അപ്പോൾ അത് അവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. അപ്പോൾ അവർക്ക് ജ്ഞാനമായി അവരുടെ ഹൃദയത്തിന് വീട്ടിലിരിക്കുമ്പോൾ മറ്റേ കിളി കഥകളോ മറ്റു കഥകളോ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, വചനം പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്. വീട്ടിലിരിക്കുമ്പോൾ മറ്റ് കിഴവി കഥകളല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, മക്കൾക്ക് വചനം പറഞ്ഞു കൊടുക്കണം. മൂന്നാമത് വചനങ്ങളെ കയ്യിൽ അടയാളമായി കട്ടിക്കൊള്ള വേണ്ടും. മൂന്നാമതായിട്ട് വചനത്തെ നിന്റെ കയ്യിൽ അടയാളമായി നീ കെട്ടിക്കൊള്ളണം. വചനത്തെ കയ്യിൽ അടയാളമായി കെട്ടിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞത്, നീ വേല ചെയ്യുമ്പോൾ ആ വചനം നിന്നോട് പേശ വേണ്ടും. നീ വേല ചെയ്യുമ്പോൾ വചനത്തെ ധ്യാനിക്ക വേണ്ടും. നീ വേല ചെയ്യുമ്പോൾ നീ മറ്റുള്ള നീ ചെയ്ത ജോലി മറ്റുള്ളവർക്ക് ഒരു ഉത്തരവാദിത്തമായി, അതായത് മറ്റുള്ള സാക്ഷിയായി ജീവിക്ക വേണ്ടും. നീ ജോലി ചെയ്യുമ്പോൾ ആ വചനം നിന്നോട് സംസാരിക്കും. അപ്പോൾ നമുക്ക് സാക്ഷിയുള്ളവരായി ജീവിപ്പാൻ സാധിക്കും. നമ്മുടെ ജോലിയിലെ പരിശുദ്ധം ഉണ്ടാക വേണ്ടും. നമ്മുടെ ജോലി കാര്യങ്ങളിൽ നാം വിശുദ്ധരായിരിക്കണം. വഞ്ചന ഇരിക്കக்கூடாது. വഞ്ചന കാണുവാൻ പാടില്ല. കൈക്കൂലി വാങ്ങാൻ പാടില്ല. വഞ്ചന ഇരിക്കக்கூடாது. ചെയ്യുന്ന ജോലി നമ്മുടെ മുതലാളിക്ക്, നമ്മുടെ മേലധികാരികൾക്ക് അത് ഉത്തരവാദിത്തമുള്ളതായിരിക്കും വേണ്ടും. അവരുടെ അത് ലാഭം ഉണ്ടാക്ക വേണ്ടിയതായിരിക്കും വേണ്ടും. നാം ചെയ്യുന്ന ജോലി നമ്മുടെ യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കുന്നതായിരിക്കണം. നാം കൈക്കൂലി വാങ്ങുവാൻ പാടില്ല. അത് നമ്മുടെ കരം വിശുദ്ധമുള്ളതായിരിക്കണം. ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു ജോലിക്കാരന് അവൻ്റെ ടാസ്ക് തീർക്കത്തില്ല. അവന് വിശ്വാസിയാണ്. അവന് ഒരിക്കലും അവൻ്റെ കൊടുത്ത ടാസ്ക് തീർക്കത്തില്ല. ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരു ഉദ്യോഗസ്ഥൻ വിശ്വാസിയായിരുന്നു. പക്ഷെ ഒരിക്കലും അദ്ദേഹം തന്റെ ടാസ്ക് പൂർത്തീകരിച്ചിരുന്നില്ല. ഞാൻ വിശ്വാസിയായതുകൊണ്ട് ഞാൻ അടുത്ത് പറഞ്ഞു, ഇത് കർത്താവിൻ്റെ ഭാര്യയ്ക്ക് ഇത് തെറ്റാണ്. നമ്മൾ വിശ്വാസ വഞ്ചന കാണിക്കുക. കാരണം മുതലാളി നിന്നെ വിശ്വാസിച്ചാണ് ഈ ജോലി കൊടുത്തത്. നീ ഈ ജോലിയിൽ വിശ്വാസ വഞ്ചന കാണിക്കുമ്പോൾ അത്രയും പൈസ കമ്പനിക്ക് നഷ്ടമാകുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരു വിശ്വാസി ആയതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് ഇത് ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞായിരുന്നു. ഒരു വിശ്വാസി ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയാനിടയായി, നീ ചെയ്യുന്നത് തെറ്റാണ്. നീ ഇങ്ങനെ ആ ടാസ്ക് നീ പൂർത്തീകരിക്കാത്തപ്പോൾ കമ്പനിക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുവാനിടയായി. അതേ പറയുന്നത് വചനങ്ങളിൽ ഉണ്ട്, കയ്യിൽ അടയാളമായ ഉണ്ട്, കയ്യിൽ കട്ടിക്കൊള്ള വേണ്ടും. നിന്റെ വചനം അടയാളമായി കയ്യിൽ കെട്ടിക്കൊള്ളണം. കണ്ണുകൾക്ക് മുൻപാകെ എപ്പോഴും അത് ஞாபகக்குறியா இருக்க வேண்டும். നിന്റെ കണ്ണിന് മുമ്പായി എപ്പോഴും അതൊരു ഓർമ്മപ്പെടുത്തുന്നതായിരിക്കണം. നമ്മുടെ കണ്ണിന് മുൻപിൽ നമ്മൾ എപ്പോൾ നമ്മൾ നടക്കുമ്പോഴും നമ്മുടെ സംസാരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും മറ്റുള്ളവരോട് നമ്മൾ പേശുമ്പോഴും എപ്പോൾ നമ്മുടെ കൺമുൻപാക വചനം ഒരു ஞாபகக்குறியா இருக்க வேண்டும். നാം സംസാരിക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ വചനം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു ജ്ഞാപകം ഉള്ളതായി മാറണം. വചനം നമ്മുടെ കണ്ണിൽ ഇരിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്യാൻ നമ്മളെ മാറിപ്പോവും. കാരണം യോസേഫ് പോലെ യോസേഫ് എന്താ പറഞ്ഞ അവന് ഈ മഹാപാപത്തെ ഇത്രയും വലിയ കുറ്റം ഞാൻ എങ്ങനെ ചെയ്യും? കർത്തർക്ക് വിരോധമാകാൻ ഞാൻ
கர்த்தருக்கு விரோதமாக நான் எப்படி இந்த பாவத்தை செய்வேன் என்று யோசேப்பு வந்து சொன்னான். യോസെഫിനെ പോലെ കർത്താവിന് വിരോധമായി ഞാൻ എങ്ങനെ ഈ പാപം ചെയ്യുമെന്ന് യോസെഫ് പറഞ്ഞതുപോലെ ആ വചനം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്, കണ്ണിന്റെ മുമ്പിലുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പാപത്തിൽ നാം അകപ്പെടുവാൻ ഇടയാകുകയില്ല. அஞ்சாவதாக தேவவசனங்களே உன் வீட்டில் நிலையிலும் வாசலில் எழுதுவாயாக. അഞ്ചാമതായിട്ട് ദൈവവചനം നിന്റെ കട്ടള കാലിന്മേൽ അത് എഴുതണം. இஸ்ரேல் ஜனங்கள் மீது வாதம் வராபடிக்கு பத்தாவது வாதம் வராபடிக்கு இஸ்ரேல் கர்த்தர் சொன்னது, இனி ஆட்டுக்குட்டி ரத்தத்தை எடுத்து வாசலில் நிலையிலும் பூசுவாயாக, அப்பொழுது வாதைக்கு நீ விடுவிக்கப்படுவாய் என்று. ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, ബാധം നിന്റെ കൂടാരത്തിൽ അടുക്കാതെ വണ്ണം നീ കുഞ്ഞാടിന്റെ രക്തമെടുത്ത് കട്ടൽക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടുക എന്നാണ്. வேதவசனம் நம்முடைய கதவுகளில் கட்டளைகளில் எழுதப்பட வேண்டும். ദൈവവചനം നമ്മുടെ കട്ടളക്കാലിന്മേൽ എഴുതപ്പെടണം. வெளிப்பாடு 2:17 இயேசு ஜெயங்குளிர தேவன் மறைவாக மன்னாவை உங்களுக்கு கொடுப்பார், மறைவாக மன்னாவை கொடுப்பார்னு எழுதப்பட்டிருக்கிறது. வெளிப்பாடு 2:17. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുമെന്നാണ്. மறைந்திருக்கும் மன்னாச்சால் மன்னா வசனம் மறைவான புதை பொருள், மறைவான புதை பொருளை கர்த்தர் நமக்கு தரும். அதாவது வചനത്തിൻ്റെ மறைபொருள் கர்த்தர் நமக்கு வெளிப்படுத்தி தரும். മറഞ്ഞിരിക്കുന്ന മന്ന എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ ആഴമുള്ള സത്യങ്ങളെ അവൻ നമുക്ക് വെളിപ്പെടുത്തി തരും. നാം ജയം കൊള്ളുന്നവരാக இருக்க வேண்டும், ജയം കൊള്ളുന്നവരാக இருக்க வேண்டும். നാം ജയം കൊള്ളുന്നവരായി നാം തീരണം. வசனம் சொல்கிற வசனத்தை புதையலை போல அதை தேடி கண்டுபிடிக்க வேண்டும் என்று வசனம் சொல்கிறது. வசனத்தை புதையல் போல ஒரு புதையலை நாம் எவ்வளவு இன்ட்ரெஸ்டாக தேடி கண்டுபிடிப்போமோ அதுபோல் வசனத்தை நாம் தேடி கண்டுபிடிக்க வேண்டும் என்று சொல்லப்பட்டிருக்கிறது. ദൈവവചനം നാം ഒരു നിധി പോലെ നാം തേടി കണ്ടുപിടിക്കണം. ഒരു നിധിയെ നാം തേടുവാൻ എത്രത്തോളം ആകാംക്ഷയോടെ നാം തേടുമോ അതുപോലെ വചനത്തിന്റെ ആഴങ്ങളെ നാം തേടി കണ്ടുപിടിക്കണം എന്നാണ് വചനം പറയുന്നത്. നമ്മുടെ കണ്ണുകളെ തുറപ്പാകും. അപ്പോൾ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കും. அதான் சங்கீதக்காரன் சொல்கிறான், உன்னுடைய வசனத்தில் ரகசியங்களை காண முடியாது, என் கண்களை திறக்க வேண்டும் என்று சங்கீதக்காரன் ஜெபிக்கிறான். അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ വചനത്തിലെ രഹസ്യങ്ങളെ കാണുവാൻ തക്കവണ്ണം എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന്. யோபு சொல்கிறான், யோபு 21:12 சொல்லப்பட்டிருக்கிறது, தேவனுடைய வார்த்தைகள் எனக்கு வேண்டிய ஆகாரத்தை பார்க்கலும் அதிகமாக காத்துக்கொண்டேன்னு சொல்கிறார். தேவனுடைய வார்த்தையை എൻ്റെ ആഹാരത്തെ വിட എനിക്ക് அதிகமாக കാത്തുകൊണ്ടേൻ என்று യോബ് சொல்கிறார். യോബ് പറയുന്നു, ദൈവത്തിന്റെ വചനത്തെ ആഹാരത്തെക്കാളും അധികമായി ഞാൻ കാത്തു സൂക്ഷിച്ചു എന്നാണ് യോബ് പറയുന്നത്. யோபு இந்த உலகத்தில் சாப்பிடும் ஆகாரத்தை விட வசனத்தின் மீது அவன் பற்றதாக இருந்தான். வசனம் பற்றிச்சு யோபு பலம் கொண்டான். ഈ ലോകത്തിലെ ആഹാരത്തെക്കാളും ഉപരി യോബ് വചനം ഭക്ഷിച്ച ബലത്തോടെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വചനം ഭക്ഷിക്ക வேண்டும். വചനം നമുക്ക് ആരോഗ്യത്തെ കൊടുക്കും, പുഷ്ടിയെ കൊടുക്കും. നാം വചനം ഭക്ഷിക്കണം. വചനം നമുക്ക് ആരോഗ്യവും പുഷ്ടിയും തരും. അടുത്തപടിയായ ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുന്ന അഗ്നിയെ പോന്നത്. അടുത്തതായിട്ട് ദൈവത്തിന്റെ വചനം അത് ഭക്ഷിക്കുന്ന അഗ്നി തീ പോലെയാണ്. உபாகம் 4:24 പറയുന്നുണ്ട്, അവർ എരിച്ചിലുള്ള ദേവൻ இஸ்ரேல் ஜனங்களில் விக்கிரங்களை குறித்து தேவன் எரிச்சலுள்ளவராக இருக்கிறார், அவர் பட்சிக்கிற அக்னியாக இருக்கிறார். உபாகம் 4:24. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം ഇപ്രകാരം നമ്മളോട് പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന അവന്റെ നിയമം നിങ്ങൾ മറന്ന് നിന്റെ ദൈവമായ യഹോവ വിരോധിച്ചതുപോലെ യാതൊന്നിനെയും സദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ തീഷ്ണതയുള്ള ദൈവം തന്നെയെന്ന്. ദൈവമായ കർത്താവ് ഭക്ഷിക്കുന്ന അഗ്നിയായിരിക്കും. ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഇസ്രായേൽ ജനങ്ങളുടെ വിഗ്രഹാരാധനയെ കുറിച്ച് എച്ചരിக்கிறார். വിഗ്രഹാരാധനക്കാരർ ദേവൻ ഭക്ഷിക്കുന്ന അഗ്നിയായിരിക്കും എന്ന് சொல்லப்பட்டிருக்கிறது. ഇസ്രായേൽ മക്കളുടെ വിഗ്രഹാരാധനയോടുള്ള ബന്ധത്തിലാണ് കർത്താവ് ഇത് പറയുന്നത്. വിഗ്രഹാരാധന മുൻഗണന കൊടുക്കുമ്പോൾ ദഹിപ്പിക്കുന്ന അഗ്നി ഉള്ളവനാണ് ഞാനെന്ന്. சொல்லப்பட்டிருக்கிறது, அவர் பார்வைக்கு நீ பொல்லாப்பாந்து செய்தால் நீ அழிந்து போவீர்கள். 4:25 ദൈവം പ്രകാരം പറയുന്നു, ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് ചെയ്ത് അവനെ കോപിപ്പിക്കരുത് എന്ന്. ദൈവത്തിന്റെ കോപം ഏറ്റവും വലുത് വിഗ്രഹാരാധന കൂടാണ്. ദൈവത്തിന്റെ കോപം അത് ഏറ്റവും അധികമായി ഉണ്ടാകുന്ന വിഗ്രഹാരാധനയിലാണ്. ഉൽപ്പത്തി മുതൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ, വെളിപ്പാട് നോക്കുവാണെങ്കിൽ വിഗ്രഹാരാധന കർത്തർക്ക് ഏറെ വെറുപ്പാണത്. കർത്തർ അതിനെ
വെറുക്കൊരു കാര്യമാണ് വിഗ്രഹാരാധന. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ നാം നോക്കുകയാണെങ്കിൽ കർത്താവിന് ഏറ്റവും വെറുപ്പുള്ളത് വിഗ്രഹാരാധനയാണ്. അവരെ പക്ഷിக்கிற അഗ്നിയാ இருக்கிற വിഗ്രഹാരാധനയുള്ളവരെ പക്ഷിக்கிற അഗ്നിയായ ദേവൻ പ്രവർത്തിக்கிறார். വിഗ്രഹാരാധന ചെയ്യുമ്പോൾ അത് അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി നമ്മുടെ ഇടയിൽ കടന്നു വരും. യെരമ്യാ പ്രവാചകൻ 23:19 சொல்லப்பட்டிருக்கிறது. യെരമ്യാ 23:29 என் வார்த்தை அக்னியை போலவும் கண்மலையை நொறுக்கும் சம்மட்டியை போலவும் இருக்கிறது. യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം 29 എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റികയെ പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവയുടെ വാക്ക് അഗ്നി പോലെ, അത് പാറ നൊറുക്കും ചുറ്റിയെ പോണത് കല്ലാണ് ഇരയത്തെ നൊറുക്കുന്ന ചുറ്റിയിൽ പോലാണ് കർത്തന്റെ വചനം. കല്ലുപോലുള്ള ഹൃദയത്തെ നൊറുക്കിക്കളയുന്ന ചുറ്റിക പോലെയും തീ പോലെയുമാണ് ദൈവത്തിന്റെ വചനമെന്ന് യിരെമ്യാവിൽ നാം വായിക്കുന്നു. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ മാനസാന്തരപ്പെടാതെ ഏത് കള്ളനും അവന്റെ ഹൃദയത്തെ വചനം നൊറുക്കും, അവൻ ഇരുന്ന് കരയുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ മാനസാന്തരപ്പെടാത്ത ഏത് കള്ളന്റെയും ഉള്ളം അത് ഹൃദയത്തെ നൊറുക്കിക്കളയുന്ന മാനസാന്തരത്തിന് അത് ഉതകുന്നു. യേശയ്യാ 62:2 പ്രാർത്ഥന വചനத்துக்கு நடுங்க வேண்டும், വചനத்துக்கு நடுங்கிறவனை நோக்கி பார்ப்பேன். தேவ வചனத்துக்கு நாம் நடுங்க வேண்டும். യെശയ്യാവിൽ നാം കാണുന്നത് പോലെ ദൈവവചനത്തിൽ നാം വിറയ്ക്കുന്നവരായിരിക്കണം. 2 சாமுவேல் 29 சொல்லப்பட்டிருக்கிறது. கர்த்தரின் நாவிலிருந்து அக்கினி போய் எழும்பிட்டு அவர் வாயிலிருந்து அக்கினி புறப்பட்டது, ஆனால் தளர் மூண்டது என்று வாசிக்கிறோம். 2 சாமுவேൽ 2:29. 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്തരുടെ നാശിലിരുന്ന് പുക, അവന്റെ മൂക്കിൽ നിന്നും പുക പൊങ്ങി, അവന്റെ വായിൽ നിന്നും തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു, തീക്കനൽ അവങ്കൽ നിന്ന് ജ്വലിച്ചു. ഇത് പാട്ട് ദാവീദ് പാടിയത് വെച്ചാൽ 22 അധ്യായം 1 വചനത്തില് ഇത് എപ്പോഴാണ് ഈ ദാവീദ് പാട്ട് പാടിയത്? ദാവീദ് ഈ പാട്ട് എപ്പോഴാണ് പാടിയത് എന്ന് 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് വായിപ്പാൻ സാധിക്കുന്നുണ്ട്. യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം അവൻ യഹോവയ്ക്ക് ഒരു സംഗീതം പാടി ചൊല്ലിയതെന്നാൽ, ഇസ്രായേൽ ജനങ്ങൾ ദാവീദിനെ കർത്താവ് ശത്രുക്കൾ വിടുവിക്കുമ്പോഴാണ് ദാവീദ് ഈ പാട്ട് പാടുന്നത്. ദാവീദിനെ കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുവിച്ചപ്പോഴാണ് ദാവീദ് ഈ പാട്ട് പാടിയത്. യെരമ്യാ 5:14 சொல்லப்பட்டிருக்கிறது. கர்த்தரின் கற்பனைக்கு அடங்காமல் மீறி நடந்த துரோகம் செய்த இஸ்ரேல் ஜனங்களுக்கு யூதா வம்சத்தாருக்கு சொல்கிறார். യെരമ്യാ 5:14. യിരെമ്യാവ് 5-ാം അധ്യായം 14-ാം വാക്യം ഇപ്രകാരം പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ നിന്ന് എന്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും, അവർ അതിന് ഇരയായി തീരും. இஸ்ரேல் ஜனங்களை குறித்து கர்த்தர் சொல்கிறார். இஸ்ரேல் ஜனங்கள் கர்த்தாவுடைய வாக்கு கீழ்ப்படியாமல் கர்த்தாவுடைய வாக்கு ஆயிருக்கும்போது இஸ்ரேல் ஜனங்களை குறித்து கர்த்தர் சொல்கிறார், நான் உன் வாயிட்டேன் வார்த்தைகளை அக்கினியும் இந்த ஜனங்களை വിറകുമാക്കുവാൻ ചൊല്ലുகிறார். അഗ്നി അവൾ എവിധം വിറകെ ഭക്ഷിക്കുമോ? ഇസ്രായേൽ മക്കൾ യഹോവയുടെ വാക്കുകൾക്ക് കീഴ്പ്പെടാത്തപ്പോഴാണ് ഇപ്രകാരം പറയുവാനിടയായി തീർന്നത്. വിറകെ ജനങ്ങൾ വിറകാകും, അഗ്നിയാകും, ചെവി കൊടാത്തവരെ ഭക്ഷിപ്പേൻ എന്ന് കർത്താവ് ചൊല്ലുகிறார். എന്റെ വാക്കുകൾക്ക് ചെവി നൽകാത്തവരെ, അനുസരിക്കാത്തവരെ, കീഴ്പ്പെടാത്തവരെ ഞാൻ ജനത്തെ വിറകാക്കിയും എന്റെ വചനത്തെ തീയാക്കുമെന്നാണ് യഹോവയുടെ അരുളപ്പാട്. 26 അധ്യായത്തിൽ பார்க்கும்போது 26 അധ്യായം 10-ാം വചനത്തിൽ பார்க்கும்போது தேவனாய மோசேக்கு எதிராக உறவின்ற குராகு புத்தர் கூட்டத்தை கர்த்தர் என்ன செய்தார்? தேவன் நிர்மூலமாக்கினார். பூமி தன் வாயை திறந்தது, அவர்களை எல்லாரையும் വിഴുങ്ങിപ്പെട്ടത്. 250 പേരെ എന്റെ അഗ്നി പഠിച്ചപ്പെട്ടത്. സംഖ്യാപുസ്തകം 26-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മോശയ്ക്ക് വിരോധമായി സംസാരിച്ചവരോട് എന്താണ് സംഭവിച്ചത്? ഭൂമി വായി തുറന്ന് അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് വാനത്തിൽ നിന്ന് അഗ്നി വരവർ യാരെയും ഭക്ഷിച്ചപ്പെട്ടത് എന്ന് പാർக்கிறோம். അത് മേൽ നിന്നും അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളഞ്ഞതായിട്ടാണ് നമുക്ക് വായിപ്പാൻ സാധിക്കുന്നത്. ദേവദാസക്ക് എതിരായിട്ട് കുറെ പുത്രന്മാർ വഴക്കിട്ടപ്പോൾ വാദിച്ചപ്പോൾ ഈ സംഭവം നടന്നത്. ദൈവം തിരഞ്ഞെടുത്തവനായ മോശയ്ക്ക് വിരോധമായി സംസാരിച്ചപ്പോഴാണ് ഇവിടെ ആ സംഭവം നടപ്പാനിടയായത്. புதிய நியமத்தில் சொல்லப்பட்டிருக்கு. യെരമ്യാ எபிரேயர் 12:29 சொல்லப்பட்டிருக்கிறது, നമ്മുടെ ദേവൻ പക്ഷിക്കുന്ന അഗ്നിയാ இருக்கிறாரே. എബ്രായറിന്റെ പുസ്തകം
പുതിയ നിയമത്തിൽ എബ്രായർ 12:29 പറയപ്പെട്ടു. 12-ാം അധ്യായം അതിന്റെ 29 നമ്മുടെ ദേവൻ പക്ഷിക്ക് അഗ്നിയായിരിക്കാർ. 22 ആണോ? 12:29. 12-ന്റെ 29 നമുക്ക് അപ്രകാരം വായിപ്പാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നമ്മുടെ ദേവൻ നല്ലവരായിരിക്കാർ. നമ്മുടെ ദൈവം നല്ലവനാണ്. നമ്മൾ പാതുകാക്கிறார், നമുക്ക് ആഹാരം കൊടുக்கிறார், നമ്മളെ സൂക്ഷിക്കുന്നവൻ നമുക്ക് മതിയായവനുമാണ്. നമുക്ക് നടക്കാൻ വഴിയെ കാട്ടുகிறார், നമ്മൾ നടക്കേണ്ടുന്ന വഴി അവൻ കാണിച്ചു തരുന്നു. എല്ലാം കർത്താവ് ചെയ്യുகிறார். അതേ സമയത്തിൽ അവർ പക്ഷിക്ക് അഗ്നിയായിരിക്കാർ. എല്ലാം കർത്താവ് ചെയ്യുന്നു, അതേ സമയത്തിൽ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയായും ഏത് കാണപ്പെടുന്നു. സമയത്ത് അവർ അഗ്നിയായി അയക്കുന്നത് നമ്മൾ കർത്താവിന് വിരോധമായിട്ട് കാര്യം ചെയ്യുമ്പോൾ, കർത്താവ് വാക്ക് കേൾക്കാൻ വരുമ്പോൾ, ഏത് സമയത്താണ് അവൻ അഗ്നിയായി വെളിപ്പെടുന്നത്? കർത്താവിന് വിരോധമായി നാം കാര്യങ്ങളെ ചെയ്യുമ്പോൾ, അവന്റെ വാക്കുകൾക്ക് കീഴ്പ്പെടാത്തപ്പോൾ. നാം കർത്താവ് വാക്ക് കീഴ്പ്പെടും, കർത്താവ് വചനം അനുസരിക്ക വേണ്ടും. അന്നേരം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ആ കർത്താവ് തന്നെ, ആശീർവദിക്കുന്ന ആ കർത്താവ് തന്നെ അഗ്നിയെ അയക്കുകയും, അനുഗ്രഹിക്കുന്നവനായ ആ ദൈവം തന്നെ അഗ്നിയായും കാണപ്പെടുന്നത് നാം കീഴ്പ്പെടാത്തപ്പോഴും നാം ദൈവവചനത്തെ നാം അനുസരിക്കാത്തപ്പോഴുമാണ്. നമുക്ക് ഈശ്വര ജനങ്ങളെ കർത്താവ് എങ്ങനെ നടത്തി? ഇസ്രായേൽ മക്കളെ ദൈവം എപ്രകാരം വഴി നടത്തി? വനാന്തരത്തിൽ നടത്തിയപ്പോൾ അവർക്ക് ആവശ്യം മന്ന കൊടുത്തു, വെള്ളം കൊടുത്തു, പകൽ മേസം അഗ്നിസ്തംഭം കൊടുത്തു, അവർക്ക് കാടയിൽ കൊടുത്തു, ഇറച്ചി എല്ലാം കൊടുത്തു. ദൈവം അവരെ മരുഭൂമിയിൽ കാടപക്ഷിയെ കൊടുത്ത്, മരുഭൂമിയിൽ മകൾ മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി ഒക്കെ അവരെ ആവശ്യമുള്ളതൊക്കെ കൊടുത്ത് മന്ന കൊടുത്ത് അവരെ വഴി നടത്തി. ഏത് സാഹചര്യത്തിൽ അവരെ അഗ്നി കൊണ്ട് കർത്താവ് ഭക്ഷിച്ചു കളഞ്ഞത് അവരുടെ അനുസരണക്കേടുള്ളപ്പോൾ. ഏത് സമയത്താണ് അഗ്നി അവരുടെ മധ്യത്തിൽ ഇറങ്ങുവാൻ ഇടയായത്? അവരുടെ അനുസരണക്കേട് നിമിത്തമാണ്. മോശയ്ക്കും അവർക്ക് എതിരായിട്ട് എളുപ്പി അവരെ ദുഃഖപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവ് അഗ്നി കൊണ്ട് അവർ ഭക്ഷിച്ചത്. മോശയ്ക്കും അഹരോനും വിരോധമായി അവരെ ദുഃഖപ്പെടുത്തിയപ്പോഴാണ് അഗ്നി അവരെ ഭൂമി വായ പിളർന്ന് അഗ്നി ഇറങ്ങി അവരെ ഭക്ഷിപ്പാൻ ഇടയായത്. 2 நாளாகவும் 7:1 பார்க்கும்போது சாலமோன் ஜெர்மனி முடிக்கிற போது அக்கினி வானத்தில் இறங்கி வந்து சர்வ தகன பலியினை பட்சித்து போட்டு കാണാൻ സാധിക്കും. 2 ദിനവൃത്താന്ത പുസ്തകം 7:1 7-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്നും അഗ്നി ഇറങ്ങി അവൻ യാഗപീഠത്തിൽ വെച്ചിരുന്നതിനെ ദഹിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തീ ഇറങ്ങി ഹോമയാഗവും ഹന്നയാഗവും ദഹിപ്പിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ആലയത്തിൽ തീ ഇറങ്ങി യാഗത്തെ കർത്താവ് സ്വീകരിക്കുമ്പോഴും അഗ്നി ഇറങ്ങി ഭക്ഷിക്കരുത്. കർത്താവിന്റെ യാഗത്തെ അവൻ സ്വീകരിക്കുമ്പോഴും തീ ഇറങ്ങി അതിനെ ദഹിപ്പിച്ചു കളയുന്നു. കർത്താവ് വിരോധമായിട്ട് പാപം ചെയ്യുമ്പോഴും, കർത്താവിനെ ദുഃഖിപ്പിക്കുമ്പോഴും, ദേവദാസന്മാർ ദുഃഖിപ്പിക്കുമ്പോഴും കർത്താവിന്റെ അഗ്നി ഇറങ്ങി ഭക്ഷിക്കരുത്. കർത്താവിന് വിരോധമായി പാപം ചെയ്യുമ്പോഴും, കർത്താവിന് വിരോധമായി കാര്യങ്ങളെ ചെയ്യുമ്പോഴുമാണ് അഗ്നി ഇറങ്ങി ദഹിപ്പിക്കുന്നതായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കും. കർത്താവ് ശാന്തഗുണമുള്ളവർ തന്നെ പക്ഷികൾ അഗ്നിയുമായിരിക്കാർ. അവൻ സൗമ്യശീലൻ മാത്രമല്ല, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടെയാണ്. സംഗീതം 29:39 പറയുന്നുണ്ട്, ഞാൻ വചനം ധ്യാനിക്കയിൽ അഗ്നി മൂണ്ടത്. സങ്കീർത്തനം 29-ലും 39-ലും 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തിയെന്ന്. വചനം ധ്യാനിക്കുമ്പോൾ ഈ സംഭവം നടക്കും. വചനം ധ്യാനിക്കുമ്പോഴും ഈ കാര്യം നടക്കും. ഭക്ഷിക്കുന്ന അഗ്നിയല്ല, പരിശുദ്ധാത്മാവിന്റെ അഗ്നി. അത് ദഹിപ്പിക്കുന്ന അഗ്നിയല്ല, അത് പരിശുദ്ധാത്മാവാകുന്ന തീയാണ്. യേശുവിൻ അൻപ് ധ്യാനത്തെ, യേശുവെ കുറിച്ച് വചനത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധ അഗ്നി ഇറങ്ങി നമ്മളെ അഭിഷേകം ചെയ്യുകയാണ്. യേശുവിന്റെ സ്നേഹത്തെ, യേശുവിന്റെ വചനത്തെ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവ് തീ പോലെ നമ്മുടെ ധ്യാനത്തിങ്കൽ ഇറങ്ങി വരും. இந்த அனுபவம் നമുക്ക് ആവശ്യമാണ്. കർത്താവ് വചനത്തിലെ ഇരവും പകലും ധ്യാനമായിരിക്കും മനുഷ്യൻ ഭാഗ്യവാൻ. ഈ അനുഭവം നമുക്ക് ആവശ്യമാണ്. ദൈവവചനത്തെ രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അടുത്തപടി ദൈവന്റെ വചനം വളരെ വിതയെ പോലെ ഉള്ളത്, അതായത് നമ്മളെ വളർത്തുന്ന വിതയെ പോലെ ഉള്ളത്. അടുത്തതായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളെ വളർത്തുന്ന വിത്ത് പോലെയാണ്. അത് വിത്ത് അത് നമ്മുടെ ശരീര വളർച്ചയ്ക്കും
നമ്മൾ ശരീര വളർച്ചയ്ക്ക് ആഹാരം എപ്പോഴോ എങ്ങനെയുണ്ടോ അതുപോലെ അത് നമ്മളെ വളർച്ചയരുത്. നമ്മുടെ ശരീരത്തിന് ആഹാരം എപ്രകാരം ആവശ്യമാണോ അതുപോലെ നമ്മളെയും അത് വളരുവാൻ ഉതകുന്നു ദൈവവചനം. நான் தேவவചனம் படிக்கும்போது தேவவചனம் நான் என்ன செய்கிறதா நம்ம சரீர வளர்ச்சிக்கும் ஆத்மீய வளர்ச்சிக்கும் அது நம்மளை வளர செய்கிறது, നമ്മൾ ബുദ്ധിയെ മൂളയെ വളര ചെയ്യുന്നത്. നാം ദൈവവചനം പഠിക്കുമ്പോൾ അത് നമ്മുടെ ശരീര വളർച്ചയ്ക്ക് മാത്രമല്ല നമ്മുടെ ബുദ്ധിയെ പോലും അത് വളരുവാൻ അത് നമ്മുടെ ജ്ഞാനത്തെയും ബുദ്ധിയെയും ഒക്കെ അത് വർദ്ധിപ്പിക്കുന്നു. ആത്മീയമായ നാം വിധേയായ വചനം നമ്മുടെ ആഴത്തിൽ ഇരത്തിൽ ചെലവിട്ടാൽ നമുക്ക് നമ്മുടെ ബുദ്ധി പ്രയാസിക്കാൻ മുടിയാതെ. ആ വിത്താകുന്ന വചനം ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അത് പതിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ബുദ്ധി അത് പ്രകാശിപ്പിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ വചനമായ വിത്ത് വീണില്ലെങ്കിൽ, വചനമായ വിത്ത് നമ്മൾ വളർന്നില്ലെങ്കിൽ നമ്മൾ മറ്റു ജാതികളെ അപ്പോൾ ആയിപ്പോവും. നമ്മുടെ ഹൃദയത്തിൽ വചനമാകുന്ന വിത്ത് വീണില്ലെങ്കിൽ, വചനമാകുന്ന വിത്ത് വളർന്നില്ലെങ്കിൽ നാം ജാതികളെ പോലെ ആയി മാറും. വചനം നമ്മുടെ ഇരത്തിൽ ഉണ്ടാകാത്ത നമ്മൾ വിശ്വാസത്തിൽ നിലച്ച് നിൽക്ക മുടിയും. വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വേദവസനത്തിൽ കർത്താവ് വിധയെക്കുറിച്ച് ഉപമ ചൊല്ലിയിട്ടുണ്ട്. എല്ലാ സുവിശേഷങ്ങളിലും ആ ഇതുകൊണ്ട് വിധയെക്കുറിച്ചുള്ള ഉപമ. ദൈവവചനത്തില് എല്ലാ സുവിശേഷങ്ങളിലും വിത്തിനെ കുറിച്ചുള്ള ഉപമ പറഞ്ഞിട്ടുണ്ട്. നല്ല നിലത്തിൽ വിത്ത് അത് മുളച്ച് 100-100 ഫലം കൊടുക്കുന്നതായിരിക്കുന്നു. നല്ല നിലത്തിൽ വീണ വിത്ത് 30-60-100 മേനിയായി അത് ഫലം കായ്ച്ചായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പം വിതയെ മുളപ്പിക്കുന്നതും അത് വളർച്ചയും ചെയ്യുമാണ് നിലം നല്ല നിലമായിരിക്കും വേണ്ടും. ആ വിത്ത് നമ്മുടെ ഉള്ളിൽ വീഴുമ്പോഴും അത് വളരുവാൻ പാകത്തിനും ആ നിലം ഒരുക്കപ്പെട്ടതായിരിക്കണം. നമ്മൾ എപ്പോഴപ്പെട്ട നിലമായിരിക്കും. നല്ല നിലമായിരുന്നാൽ വചനം നമ്മൾ വളരും. നമ്മുടെ ശരീര വളർച്ചയ്ക്ക് അത് ഏതുവായി തീരും. നമ്മുടെ നിലം എപ്രകാരമുള്ളതാണ്, നാം നല്ല നിലമായി നാം കാണപ്പെടുന്നെങ്കിൽ ആ വചനമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ വീഴുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് അത് പ്രയോജനമുള്ളതായി മാറും. 1 Peter 1:20 ചൊല്ലപ്പെട്ടിരിക്കുക. 1 Peter 1:23 1 പത്രോസ് 1-ാം அழிவுள்ள வித்தினால் அல்ல, என்னிடைக்கும் நிற்கிறதும் ஜீவனுமான தேவவசனமாய அழிவில்லாத வித்தினாலேயே மறுபடியும் ജന്മിക്കപ്പെട്ടീர்கள். 1 പത്രോസ് 1-ാം കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതിനും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അഴിവില്ലാത്ത വിത്തിനാലെ വീണ്ടും ജനിക്കപ്പെട്ടിരിக்கிறீர்கள். നശിച്ചു പോകാത്ത കെടാത്തതിനാൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. തിരുവചനത്തിനാൽ നമ്മൾ വീണ്ടും ജനിക്ക വേണ്ടും. നാം തിരുവചനത്താൽ വീണ്ടും ജന്മം പ്രാപിക്കണം. മനം തിരുമ്പ വേണ്ടും. നാം മാനസാന്തരപ്പെടണം. ദൈവവചനം നമുക്ക് അനുകൂലമാകുന്നുണ്ട്. നാം മാനസാന്തരപ്പെടുവാൻ ദൈവവചനം നമുക്ക് അനുകൂലമാണ്. ഒരു പുതിയ സൃഷ്ടിയായി വേണ്ടും. ഒരു പുതിയ സൃഷ്ടിയായി നാം മാറണം. 2 Corinthians 5:12 ചൊല്ലപ്പെട്ടിരിക്കുന്നത് പുതിയ സൃഷ്ടിയായാൽ പഴയതെല്ലാം മാറിപ്പോയി, എല്ലാം പുതിയതായി. 2 കൊരിന്ത്യരിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഒരുവൻ പുതിയ സൃഷ്ടിയാകുമ്പോൾ അത് പഴയതെല്ലാം കഴിഞ്ഞു പോയി എന്ന്. പഴയതെല്ലാം മറക്ക വേണ്ടും. പഴയതൊക്കെ നാം മറക്കുന്നവരാകണം. മനം തിരുമ്പണവൻ പുതിയ സൃഷ്ടി ആകുന്നതിന്റെ അർത്ഥം. പുതിയ സൃഷ്ടി ആയി എന്നുള്ളതിന്റെ അർത്ഥം പഴയതൊക്കെ മറക്കുമ്പോഴാണ്. അതാണ് മറുപിറപ്പ്. അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. യോഹന്നാൻ വന്നിട്ട് പ്രസംഗിച്ചത് മനം തിരുമ്പൽ പരലോകരാജ്യം സ്വയമായി ഇരിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ വന്ന് പ്രസംഗിച്ചതും അപ്രകാരം തന്നെയാണ്, മാനസാന്തരപ്പെടുവീൻ എന്നാണ്. യേശുക്രിസ്തു അതിന്റെ പ്രസംഗം മനം തിരുമ്പൽ പരലോകരാജ്യം സ്വയമായി ഇരിക്കുന്നത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ എന്നാണ് യേശു കർത്താവും പ്രസംഗിച്ചത്. മനം തിരുമ്പുമ്പോൾ സ്വർഗരാജ്യം അടുത്ത് സമീപമായി വന്നുവിടുகிறது. നാം മനസ്സ് തിരിയുമ്പോൾ സ്വർഗരാജ്യം നമ്മുടെ സമീപത്തിലേക്ക് കടന്നു വരുന്നു. മനം തിരുമ്പാട്ടാൽ ദൈവരാജ്യം ദൂരത്തിലിരിക്കും. നാം മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ദൈവരാജ്യം നമുക്ക് അകലെ ആയിരിക്കും. അതാ യോഹന്നാൻ 3:5 പഠിக்கிறோം. ഒരുവൻ മറുപടിയും പിറകാവിട്ടാൽ ദൈവരാജ്യം കാണമാട്ടാൻ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഒരുവൻ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം പ്രവേശിപ്പാൻ സാധിക്കയില്ല എന്ന്. മനം തിരുമ്പാട്ടാൽ വീണ്ടും ജനിക്കപ്പെട്ടാൽ പരലോകം പോകാൻ മുടിയാതെ. നാം വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് കടപ്പാൻ സാധിക്കയില്ല. പഴയ വാശി വൈരാഗ്യം പഴയ ചണ്ട എല്ലാം മാറിയിട്ട് പുതിയ സൃഷ്ടി ആകുമ്പോൾ നമ്മൾ
அது பரலராஜ்யம் நமக்கு அடுத்து வருகிறது. നമ്മുടെ ഉള്ളിലെ ആകാത്തതിനെ നാം കളഞ്ഞിട്ട് നാം ദൈവത്തോട് അടുക്കുമ്പോൾ മാത്രമാണ് നാം പുതിയ സൃഷ്ടിയാകുവാൻ സാധിക്കുന്നത്. சங்கீதம் 119:9 தாவீது சொல்றது போல தினமும் தியானிக்க வேண்டும். 119 സങ്കീർത്തനം 97 വചനത്തിലെ 119 സങ്കീർത്തനം 97 വാക്യം ദാവീദ് ചെയ്തതുപോലെ ദിനവും വചനം ധ്യാനിക്ക வேண்டும். നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടപെടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു. ഇതാണ് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക്, നമ്മുടെ ആത്മീയത്തെ വളരെ ചെയ്യും. ഇതാണ് നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് ഉതകുന്നത്. നമ്മുടെ വചനം എനിക്ക് മനമേഴ്ച വേണമെങ്കിൽ സന്തോഷം വേണമെങ്കിൽ നമ്മുടെ വചനം മൂലം എനിക്ക് സന്തോഷം വരുന്നത്. എനിക്ക് സന്തോഷം വരുന്നെങ്കിൽ നിന്റെ വചനം മൂലമാണ് എനിക്ക് സന്തോഷം വരുന്നതെന്നാണ് ദാവീദ് പറയുന്നത്. ഞാൻ പിഴച്ചിരിക്കുമ്പോൾ இருப்பதற்கு നമ്മുടെ വചനം தான் எனக்கு உதவி செய்கிறது. ഞാൻ ജീവനോടെ ഇരിക്കുന്നതിന് ഈ വചനമാണ് ഉതകുന്നത് എന്നാണ് ദാവീദ് പറയുന്നത്. വചനം ഇല്ലാട്ടാണ് അപ്പോൾ ഞാൻ അഴിഞ്ഞു പോയിരിപ്പേൻ, എൻ്റെ ദുഃഖത്തിലെ ഞാൻ അഴിഞ്ഞു പോയിരിപ്പേൻ എന്ന് സംഗീതക്കാരൻ ചൊല്ലുகிறார். ഈ വചനമില്ലായിരുന്നെങ്കിൽ ഞാൻ ദുഃഖത്തോടെ ഞാൻ മരിച്ചു പോകും, ഞാൻ നീങ്ങിപ്പോകുമായിരുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ദുഃഖത്തിൽ സന്തോഷം തരുന്നത് ദൈവവചനമാണ്. ദുഃഖത്തിൽ സന്തോഷം തരുന്നത് ദൈവവചനമാണ്. ഒരു ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുമ്പോൾ വചനം വായിച്ചാൽ അവന് സന്തോഷം കിട്ടും. ഒരുവന് ദുഃഖത്തിൽ മൂழ்കിയിരിക്കുമ്പോൾ, ദുഃഖത്താൽ മൂടപ്പെട്ടിരിക്കുമ്പോൾ വചനം വായിച്ചാൽ അവന് സന്തോഷം കടന്നു വരുന്നു. ഏത് ഗ്രന്ഥങ്ങളും ശാസ്ത്രം പഠിച്ചാലും ഈ സന്തോഷം കിട്ടത്തില്ല. ഒരു ഗ്രന്ഥവും ഒരു ശാസ്ത്രവും പഠിച്ചാൽ പോലും ഈ സന്തോഷം ലഭിക്കുകയില്ല. ഈ വചനം നമ്മുടെ ദുഃഖങ്ങളെ മാറ്റി നമുക്ക് സന്തോഷം കൊടുക്കുന്നത്. ഈ വചനം നമ്മുടെ ദുഃഖത്തെ മാറ്റി സന്തോഷത്താൽ നമ്മളെ നിറയ്ക്കുന്നു. பிரசங்க 1:11 சொல்லப்பட்டிருக்கிறது, உன் ஆகாரத்தை தண்ணீர் மேல் போடு, அது നാളുകൾക്ക് ശേഷം അത് ബലനെ കാൺബായി. സഭാപ്രസംഗി 11 നമുക്ക് വായിപ്പാൻ സാധിക്കുന്നുണ്ട്, നിന്റെ അപ്പത്തെ വെള്ളത്തിൽ മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് അത് നിനക്ക് അത് കിട്ടുമെന്ന്. വെള്ളത്തിന്മേൽ ഏറിയ വചനത്തെ നാം മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുക്ക വേണ്ടും. ആ വെള്ളത്തിന്മേൽ എറിയുന്ന വചനത്തെ മറ്റുള്ളവർക്ക് നാം പകരുന്നവരായിരിക്കണം. ആ വിത്ത് വെള്ളത്തിൽ പോയി പല സ്ഥലത്ത് വീണ് അത് പിന്നെ അത് ബലം കായ്ക്കും. ആ വെള്ളത്തിൽ വീഴുന്ന വിത്ത് പല സ്ഥലങ്ങളിൽ അത് വീണപ്പെട്ടാലും അത് ഫലം കായ്ക്കുന്നതായി മാറും. സാധു ചെല്ലപ്പ എന്നുള്ള ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. സാധു ചെല്ലപ്പ എന്ന് പറയുന്ന ഒരു ദേവദാസൻ ഉണ്ടായി ജീവിച്ചിരുന്നു. ഹിന്ദു പുരാണങ്ങളെല്ലാം കറച്ച് നല്ലവണ്ണം കുടിച്ച് പഠിച്ച് അതിന്റെ വലിയ വിദ്യാഭ്യാസമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഹിന്ദു പുരാണങ്ങളെല്ലാം നന്നായി ധ്യാനിക്കുകയും അതിനെ പഠിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു. മനസ്സിക്ക് ഒരു സന്തോഷം വന്നില്ല അദ്ദേഹത്തിന്. എന്നാൽ അപ്രകാരമൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിന് മനസ്സിന് സന്തോഷം ഉണ്ടായിരുന്നില്ല. പാവത്തിന് പരിഹാരം എന്നാ, മനുഷ്യന്റെ പാവത്തിന് പരിഹാരം എന്നുള്ള ക്വസ്റ്റ്യൻ അവരുടെ ഹൃദയത്തിൽ വന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ ചോദ്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വന്നുകൊണ്ടേയിരുന്നു, പാപത്തിന് പരിഹാരം എന്താണ് എന്നുള്ളത്. ആ ഉദ്ദേശം ഒരിക്കലും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വാൾ പോസ്റ്റ് കണ്ടു, അതിലെ യേശുവിന്റെ രക്തം സകല പാവങ്ങൾ എനിക്ക് ശുദ്ധീകരിക്കുന്നതിന്റെ വചനം പുള്ളി കണ്ടു. അദ്ദേഹം ഒരിക്കൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇത് കാണുവാനിടയായി, ഒരു വചനം കാണുവാനിടയായി, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി തന്നെ ശുദ്ധീകരിക്കുമെന്നുള്ള. 1 യോഹന്നാൻ കാണാൻ സാധിക്കും. 1 യോഹന്നാന്റെ സുവിശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വളരെ സന്തോഷമായി ട്രെയിനിൽ ഇറങ്ങി ഉടനെ തന്നെ ഒരു ബൈബിൾ പോയി ഒരു ബൈബിൾ വായിച്ചു ബൈബിൾ മൊത്തം പഠിക്കാൻ ഇടയായി. അത് ബൈബിളിലുള്ളതെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹം ഒരു ബൈബിൾ വാങ്ങിക്കുകയും വായിക്കുകയും ചെയ്യുവാനിടയായി. അത്രകാലം പുള്ളിയുടെ ക്വസ്റ്റ്യന് ഒരു നല്ലൊരു ആൻസർ പുള്ളി കണ്ടെത്തി. അത്രകാലമുള്ള അദ്ദേഹത്തിന്റെ ചോദ്യത്തിനുള്ള നല്ലൊരു ഉത്തരം അദ്ദേഹം ബൈബിൾ വായനയിൽ നിന്ന് കണ്ടെത്താനിടയായി. സാധിച്ചപ്പോൾ വലിയ ജോലി രാജിച്ചിട്ട് ഇപ്പം വലിയ ഒരു പ്രസംഗനായി ഇപ്പം ജീവിക്കുന്നു. അദ്ദേഹം തന്റെ ഔദ്യോഗിക ജോലിയൊക്കെ രാജിവെച്ചിട്ട് ഒരു നല്ല സുശിക്ഷകനായി, അദ്ദേഹം നല്ല പടയാളിയായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. യൂട്യൂബിലുണ്ട്, സാധിച്ചെല്ലപ്പം അടിച്ചു കൊടുത്താൽ മതി കിട്ടും. യൂട്യൂബിലുണ്ട്, അദ്ദേഹത്തിന്റെ പേര് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. വാനം പോയി മാർക്ക് 13:10 ചൊല്ലപ്പെട്ടിരിക്കുന്നത്, വാനം പോയി ഒളിതു പോനാൽ എന്റെ വാക്തയെ കൊണ്ട് ഒരിക്കലും ഒളിതു പോകുന്നില്ലേ. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വാനം പോയി ഒളിതു പോകും, എന്റെ വാക്കുകളോ ഒരിക്കലും ഒളിതു പോകില്ലേ. വാനവും ഭൂമിയും അത് മാറിപ്പോകും, എന്നാൽ ദൈവത്തിന്റെ വാക്കിനോ അത് ഒരു നാളും മാറ്റം വരികയില്ല എന്ന്. ദൈവന്റെ വാർത്ത നാൾക്ക് നാൾ അത് വളർന്നു വരും, നമ്മളെ പോഷിപ്പിക്കും, നമ്മളെ സന്തോഷപ്പെടുത്തും, നമുക്ക് നമ്മെ അത് പാതുകാക്കാൻ ശക്തിയുള്ളതാണ് ദൈവവചനം. 13-ാം വാക്യം അതിന് 13-ന് 31-ാം വാക്യം, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല.
ഇത് കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കാണ് ഇതെല്ലാം. ഈ വചനം എന്ന് പറയുന്നത് കർത്താവിന്റെ വായിൽ നിന്നും പുറപ്പെട്ട വചനമാണ്. ദൈവവചനം എന്ന് പറഞ്ഞത് സാധാരണ മനുഷ്യൻ വന്ന് അത് എഴുതിയതല്ല. 40 മേൽപ്പെട്ട പശുത്വവാന്മാർ 40 സ്ഥലത്തിലിருந்து എഴുതിയതാണ് തിരുവചനങ്ങൾ. ദൈവവചനം സാധാരണ ഒരു മനുഷ്യനാൽ രൂപീകരിക്കപ്പെട്ടതല്ല. 40 സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അനേക വ്യക്തികൾ 40 പരം വ്യക്തികളാൽ എഴുതപ്പെട്ടതാണ് ഈ തിരുവചനം എന്ന് പറയുന്നത്. അത്രയും തോർത്തെടുക്കുമ്പോൾ അത് ഒന്നുകൊണ്ട് ചേർച്ചയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് പല സ്ഥലങ്ങളിൽ നിന്നും എഴുതപ്പെട്ടതെങ്കിലും അത് ചേർത്തെടുത്തപ്പോൾ അത് ഒരു കോർത്തെടുക്കപ്പെട്ട ഒന്നൊന്നിന് ചേർക്കപ്പെട്ടതുപോലെ അത് കാണപ്പെട്ടു. പുതിയ ഏർപ്പാടും പഴയ ഏർപ്പാടും മോശെ മൂലം കൊടുത്ത ന്യായപ്രമാണം എല്ലാം നമുക്ക് വായിക്കുമ്പോൾ പശു വേദാമം എല്ലാം ഒന്നിച്ച് ചേർത്ത് കോർത്തെടുക്കാൻ സാധിക്കും. എന്നാൽ മോശ മൂലം എഴുതപ്പെട്ടതും മുതലുള്ള എല്ലാ ബുക്കുകളും എല്ലാ വചനങ്ങളും അത് ചേർത്തെടുത്തപ്പോൾ അത് ഒരുപോലെ കോർത്തെടുക്കപ്പെട്ടതായി കാണപ്പെട്ടു. ഇത് രാമായണമാക്കി ബൗർക്കിയതേ പോലല്ല. ഇത് പശുത്വവാൻകളാൽ ദൈവത്തിന്റെ നിയമത്തിൻപടി ഇത് എഴുതപ്പെട്ടതാ പശുത്വ വേദാമം. മറ്റ് പുരാണ പുസ്തകങ്ങളെ പോലെ അല്ല. ഇത് ദൈവത്തിന്റെ വായിൽ നിന്നും വന്ന വചനം ദൈവത്താൽ എഴുതപ്പെട്ടതാണ്. ഇത് ഒന്നുകൊണ്ട് ഇണയുള്ളത്, അത് ഒന്നിനൊന്നിന് ഇണയുള്ളതാണ്. ഈ വചനം നമ്മൾ ഡെയിലി വായിക്കാൻ പോലെ ധ്യാനിക്കണം. ഈ വചനം നാം ദിനംതോറും വായിക്കുന്നവരായിട്ടല്ല, നാം ധ്യാനിക്കുന്നവരായി നമുക്ക് മാറാം. അടുത്ത വേഗത്തിൽ ധ്യാനമായിരുന്നു ഇറങ്ങുമ്പോൾ പ്രിയമായിരുന്നു വചനത്തെ പ്രിയപ്പെട്ട வேண்டும் ഇഷ്ടപ്പെട്ട് രാവും പകലും ധ്യാനിക്കുമ്പോൾ ഭാഗ്യവാനായി തീർക്ക முடியும். ദൈവവചനത്തെ രാവും പകലും ധ്യാനിച്ച് നമുക്ക് ആ ഭാഗ്യപദവിയിലേക്ക് നമുക്കും പ്രവേശിക്കാം. പിതാവേ, തന്നവചനക്കാൻ രണ്ടോട് സ്തോത്രം കർത്താവേ. എങ്കിൽ ജീവിതത്തിലും കർത്താവേ ഒരു വചനം ധ്യാനിക്കുകയും കർത്താവേ വചനം അനുസരിച്ച് നടക്കുകയും കർത്താവ് വചനം ധ്യാനിക്കുക മാത്രമല്ല വായിക്കുന്ന മാത്രമല്ല കർത്താവേ വചനം വചനപ്രകാരം കർത്താവേ അത് വചനം കേൾക്കുന്ന മാത്രമല്ല അത് പ്രകാരം നടക്കെങ്കിൽ കൃപകാരൻ കർത്താവേ. ലോക സുവിശേഷം 11 അധ്യായം പഠിക്കുന്ന പോലെ യേശു ചൊല്ലിക്കുന്ന കർത്താവേ വചനത്തെ പഠിക്കുന്നത് മാത്രമല്ല അത് പ്രകാരം നടക്കുന്നവനെ മഹാഭാഗ്യവാൻ ചൊല്ലപ്പെട്ട പ്രകാരം കർത്താവേ വലിയ ഭാഗ്യസംഖ്യ തந்து എങ്ങനെ സഹായിക്കാനും ജപിക്കുന്ന കർത്താവേ വചനം പോലെ എങ്കിലും പേര് സംസാരിക്കണമേ കൂടെ ഇരിക്കുന്ന സ്തോത്രം പ്രാർത്ഥന സ്തോത്രം യേശുവിനാമത്തിൽ പിതാവേ ആമീൻ. കണ്ണടച്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ് ഇൻ ദി നെയിം ഓഫ് ജീസസ്. നമ്മെ കേൾപ്പിച്ച നല്ല വചനത്തിനായി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ വചനം ആമേൻ നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ കഴുകുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്നതാണ്. ദൈവത്തിൻ്റെ വചനം. മറ്റെല്ലാ പുസ്തകങ്ങളും നമ്മൾ വായിക്കുന്നു, എന്നാൽ നമ്മളെ വായിക്കുന്ന ഒരു പുസ്തകമാണ് ആമേൻ കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത്. താങ്ക് യു ലോർഡ് ഇൻ ദി നെയിം ഓഫ് ജീസസ്. നമ്മുടെ അവസ്ഥ ചിലപ്പോൾ ദുഃഖമായിരിക്കും, ചിലപ്പോൾ നാം മാനസികമായി തളർന്നവരും ക്ഷീണിച്ചവരുമായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നാം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തീകരിക്കുന്നു, നമ്മെ ബലപ്പെടുത്തുന്നു. നമ്മുടെ ക്ഷീണങ്ങളെയും നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ ഹൃദയത്തിൻ്റെ വ്യഥകളെയും ആ വചനം എടുത്തു കളയുന്നു. നന്ദിയോടെ സ്തോത്രം. വചനം സൗഖ്യമാക്കുന്നൊരു ഔഷധമാണ്. ഏത് രോഗത്തിന് അടിമപ്പെട്ടിരുന്നാലും ആമേൻ ഇൻ ദി നെയിം ഓഫ് ജീസസ് തിരുവെഴുത്തുകൾ നാം വായിക്കുകയും വചനം നാം ധ്യാനിക്കും തോറും വചനത്തിൻ്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുകയും നാം ശക്തിയും സൗഖ്യവും പ്രാപിക്കുകയും ചെയ്യും. പോരാട്ടങ്ങൾ ആമേൻ സ്തോത്രം അതിന് നാം അധീനപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ വചനം നാം വായിക്കും തോറും വചനം നാം ധ്യാനിക്കും തോറും ആമേൻ സ്തോത്രം നമ്മിൽ ദൈവത്തിൻ്റെ അഗ്നി അത് കത്താൻ തുടങ്ങും. വചനം നാം ധ്യാനിക്കും തോറും ദൈവത്തിൻ്റെ തീ അത് നമ്മിൽ ജ്വലിക്കും.
ആമേൻ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പിശാചിൻ്റെ ശക്തികൾ കരിഞ്ഞു പോകത്തക്കവണ്ണം ആമേൻ. ഇൻ ദ നെയിം ഓഫ് ജീസസ് നമ്മിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കും. താങ്ക് യു ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. പ്രിയമുള്ളവരെ, ലോകപ്രകാരം എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും ആമേൻ ദൈവവചനം വായിച്ച് ഗ്രഹിക്കാൻ കഴിയത്തില്ല. എത്ര വലിയ ലോകപരമായി ജ്ഞാനിയാണെങ്കിലും വചനം വായിച്ച് ഗ്രഹിക്കാൻ സാധിക്കത്തില്ല. ഈ വചനം വായിക്കാനും ഇത് ഗ്രഹിക്കാനും ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ. ഇങ്ങനെ ഒറ്റ പുസ്തകമേ ഈ ലോകത്തുള്ളൂ. അത് വിശുദ്ധ വേദപുസ്തകമാണ്. ആമേൻ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ വായിച്ച് ഗ്രഹിക്കാൻ കഴിയാത്ത ഈ ഉലകത്തിലെ ഒരേ ഒരു പുസ്തകം അത് ആമേൻ സത്യവേദ പുസ്തകമാണ്. പരിശുദ്ധാവിയാനവരുടെ സഹായമില്ലാமல் வாசித்து புரிந்து கொள்ள முடியாததாகி ஒரே ஒரு புஸ்தகம்தான் இந்த உலகத்தில் உண்டு. அது பரிசுத்த வேதாகமம். வேற எந்த புஸ்தகத்தையும் நாம் படித்திருப்போம் என்றால் ஆமென் நமக்கு வாசிக்க தெரியும் என்றால் வாசிக்கலாம். ஆனால் வாசித்து புரிந்து கொள்ள இந்த நேம் ஆஃப் ஜீசஸ் பரிசுத்த ஆவியானவருடைய சகாயம் தேவைப்படும் ஒரே ஒரு புஸ்தகம் இந்த பரிசுத்த வேதாகமம். இந்த நாளில் பிரியமானவர்களே, நம்ம கரத்தில் ஆமேன் கர்த்தரால் கொடுக்கப்பட்டிருக்கிற இந்த பரிசுத்த வேதாகமத்தின் വല്ലമയെ നാം പുരിந்து കൊള്ളുவோம். നമ്മുടെ കരത്തിൽ ദൈവം തന്നിരിക്കുന്ന ഈ വിശുദ്ധ സത്യവേദ പുസ്തകത്തിൻ്റെ ശക്തി നാം ഗ്രഹിച്ചവരായി തീരണം. അതിൻ്റെ ശക്തി നാം മനസ്സിലാക്കിയവരായി തീരണം. ആമേൻ. നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആമേൻ ശാരീരികമായി ക്ഷീണിതരും ബലഹീനരുമായിട്ട് ആമേൻ സ്തോത്രം എൻ്റെ അരികിൽ വന്ന എല്ലാ പ്രിയമുള്ളവരോടും ആമേൻ സ്തോത്രം ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് വചനം വായിക്കുക, വചനം ധ്യാനിക്കുക. ആമേൻ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരധ്യായം വായിക്കുന്നവരോട് ഞാൻ പറഞ്ഞു, ഒന്നല്ല ആമേൻ സ്തോത്രം ദീർഘസമയങ്ങൾ വചനം വായിച്ച് ധ്യാനിക്കുക. ദീർഘസമയങ്ങൾ തിരുവെഴുത്തുമായി ദിവസത്തിലിരിക്കുക. ദീർഘസമയങ്ങൾ ഇത് വായിക്കുക. ഇത് വായിക്കും തോറും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലുണ്ടാകും. ഇത് വായിക്കും തോറും ദൈവശക്തിയുടെ ആമേൻ വ്യാപാരമുണ്ടാകും. ഇത് വായിക്കും തോറും ഇത് ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ശരീരത്തിൽ വലിയ ചേഞ്ചസ് അതുണ്ടാക്കും. ഇത് വായിക്കും തോറും അന്തരീക്ഷത്തിൽ മാറ്റം സംഭവിക്കും. ഇത് വായിക്കും തോറും കുടുംബത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇതൊരു സാധാരണ പുസ്തകമല്ല. ആമേൻ സ്തോത്രം. തിരുവെഴുത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ അല്പം മുൻപ് നാം കേട്ടതുപോലെ ആമേൻ സ്തോത്രം വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു. ദൈവമായിരുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. താങ്ക് യു ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നമുക്ക് ആമേൻ സ്തോത്രം അനുവാദമില്ലെങ്കിലും ഗോഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്നേക്കൊരു ആമേൻ സ്തോത്രം 10 വർഷത്തിന് മുമ്പൊക്കെ എൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമായിരുന്നു. ആമേൻ സ്തോത്രം ഈ തമിഴ്നാട്ടിലൊക്കെ ആമേൻ ഈ വലിയ CSI പള്ളികളിൽ ആമേൻ സ്തോത്രം രാവിലെയും വൈകുന്നേരമൊക്കെ ആമേൻ ബൈബിള് വലിയ മൈക്ക് കോളാമ്പിയൊക്കെ വെച്ച് അതിലൂടെ ബൈബിള് വായിക്കുമായിരുന്നു. നന്ദിയോടെ വലിയ CSI പള്ളികളുടെ ആ ഗോപുരത്തിൻ്റെ ഒക്കെ മുകളിൽ വലിയ സ്പീക്കറൊക്കെ വെച്ച് രാവിലെയും ഒരു പാട്ടും ഒരു വേദഭാഗവും ഒരു വാക്യവും ഒക്കെ വായിക്കുമായിരുന്നു. നന്ദിയോടെ സ്തോത്രം. നമുക്കിവിടെ ആമേൻ അതിനുള്ള സംവിധാനങ്ങളും അവസരങ്ങളും ഒക്കെ ഉണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാനത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ആലയവും അതിൻ്റെ ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ കർത്താവ് നമുക്ക് തരുമ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദേശം കേൾക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം ആമേൻ സ്തോത്രം വായിക്കണം. ദേശം കേൾക്കത്തക്കവണ്ണം. പ്രിയമുള്ളവരെ, ദേശത്തെ ശുദ്ധീകരിക്കും. അത് ദേശത്തെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കും. അത് പട്ടണത്തെ ശുദ്ധീകരിക്കും. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന ആമേൻ സ്തോത്രം ദുഷ്ടാത്മാക്കളുടെ ശക്തികൾ അത് തകർക്കും. ആമേൻ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഹല്ലേലൂയ. ഇന്നലെയും നാം വാർത്തയിൽ കണ്ടല്ലോ, 6 പേരെ 23 വയസ്സുകാരൻ 6 പേരെ
ആമേൻ സ്തോത്രം വെട്ടിയും ചുറ്റികയ്ക്ക് അടിച്ചും കൊല്ലുകയാണ്. നന്ദിയോടെ സ്തോത്രം. 6 പേരെ ചുറ്റികയ്ക്ക് അടിച്ചും ആമേൻ സ്തോത്രം കത്തിക്ക് വെട്ടിയും 6 പേര് 23 വയസ്സുകാരൻ ആമേൻ സ്തോത്രം കൊല്ലുകയാണ്. ഹല്ലേലൂയ. അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മസേന, അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന പിശാചിൻ്റെ ആമേൻ സ്തോത്രം ശക്തികൾ, ആമേൻ സ്തോത്രം മനുഷ്യരെ നിഷ്ഠൂരന്മാരും കാടന്മാരും ആമേൻ സ്തോത്രം നരനായാട്ട് നടത്തുന്നവരുമാക്കി തീർക്കുമ്പോൾ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ആമേൻ ഇത് ജീവിപ്പിക്കുന്ന വചനമാ. ആമേൻ സ്തോത്രം. ഇത് ഹൃദയത്തിന് പരിവർത്തനം വരുത്തുന്ന ദൈവത്തിൻ്റെ വചനമാ. ആമേൻ നന്ദിയോടെ സ്തോത്രം. ഏത് കാട്ടാളനെയും കാട്ടുകള്ളനെയും നന്ദിയോടെ സ്തോത്രം കുഞ്ഞാടാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ തിരുവെടുത്ത ആമേൻ നന്ദിയോടെ സ്തോത്രം. ഇത് അന്തരീക്ഷത്തിൽ വ്യാപരിപ്പാൻ തുടങ്ങിയാൽ അത് ഹൃദയങ്ങൾക്ക് പരിവർത്തനമുണ്ടാക്കും. ഇത് അന്തരീക്ഷത്തിൽ മുഴങ്ങാൻ തുടങ്ങിയാൽ അത് ദേശത്തെ പിടിച്ചടക്കും. ഇത് അന്തരീക്ഷത്തിൽ മുഴങ്ങാൻ തുടങ്ങിയാൽ അത് ദേശത്ത് വലിയ പരിവർത്തനത്തിന് കാരണമായി തീരും. ഇന്ന് പകൽ ദൈവജനമേ നന്ദിയോടെ സ്തോത്രം. നമ്മുടെ കൊച്ചു വീട്ടിലിരുന്ന് ആമേൻ ഇൻ ദ നെയിം ഓഫ് ജീസസ് അല്പശബ്ദമെങ്കിലും ഉയർത്തി ഈ വചനമൊന്ന് വായിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യണം. പ്രിയമുള്ളവരെ, നിങ്ങളത് ചെയ്യണം, നിങ്ങളത് ചെയ്യണം. നിങ്ങളുടെ കൊച്ചു വീട്ടിലിരുന്ന് ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം 1-2 അധ്യായങ്ങൾ രാവിലെയും വൈകുന്നേരവും അല്പശബ്ദം ഉയർത്തി ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അത് ദേശത്തിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. അത് അന്തരീക്ഷത്തിൽ വലിയ ചേഞ്ചസ് ഉണ്ടാക്കും. അത് കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ആമേൻ സ്തോത്രം നന്ദി കുറിക്കും. അത് നമ്മുടെ ശരീരത്തിൽ വലിയ പരിവർത്തനത്തിനും സൗഖ്യത്തിനും മുഖാന്തരമായി തീരും. അസാധാരണ ദൈവിക സൗഖ്യവും ശക്തിയും നമ്മുടെ ശരീരങ്ങളെ സ്പർശിക്കുന്നതിന് അത് മുഖാന്തരമായി തീരും. താങ്ക് യു ലോർഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇത് ദൈവത്തിൻ്റെ വചനമാ, ദൈവത്തിൻ്റെ തിരുവെടുത്ത ആമേൻ സ്തോത്രം. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ വാള് ആകുന്ന ദൈവത്തിൻ്റെ വചനം. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പട്ടണം വിടുവിക്കപ്പെടുവാൻ, ദേശം വിടുവിക്കപ്പെടുവാൻ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ, ആമേൻ സ്തോത്രം ആഴമേറിയ മാനസാന്തരങ്ങൾ സംഭവിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലുള്ള സ്വഭാവത്തിന് ഉടമകളാക്കി നമ്മെ തീർക്കുന്നത് ദൈവത്തിൻ്റെ വചനമാ. പ്രിയമുള്ളവരെ, എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, എനിക്ക് ദൈവത്തിന് കൊടുക്കാൻ എന്നെ പ്രാപ്തനാക്കുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പാത്രമായി അവൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ എന്നെ ശക്തനാക്കുന്നത് ഈ ദൈവത്തിൻ്റെ തിരുവെഴുത്താണ്. ഇതിൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ഇത് അസാധാരണമായ ശക്തി ഉൾക്കൊള്ളനം ചെയ്യുന്ന ദൈവത്തിൻ്റെ തിരുവെഴുത്താണ്. ആമേൻ ഇൻ ദ നെയിം ഓഫ് ജീസസ്. വായിക്കുക, ധ്യാനിക്കുക, ശബ്ദമുയർത്തി വായിക്കുക, ഉച്ചത്തിൽ വായിക്കുക, മറ്റുള്ളവരെ ഇത് വായിച്ച് ധ്യാനിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഇത് ജീവിപ്പിക്കുന്നതാണ്, ഇത് ചലിക്കുന്നതാണ്, ഇത് അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നതാണ്. താങ്ക് യു ലോർഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. നിന്റെ ദാസനെ ശക്തീകരിച്ചതിനാൽ സ്തോത്രം. നീ നൽകിയ വചന വെളിപ്പാടുകൾക്കായി സ്തോത്രം. ഈ യോഗത്തിൽ പങ്കെടുത്ത കുടുംബങ്ങൾക്കായി സ്തോത്രം. പേരുപേരായി കുടുംബമായി നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ കുടുംബമായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വൻ കൃപ പകരണമേ, തേജസ് കൊണ്ട് മൂടണമേ, ദൈവശക്തിയിൽ കാക്കണമേ. നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ നിന്റെ ജനം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമേ, ഒന്നിനും കുറവില്ലാത്തവരായി തീരണമേ. അത്ഭുതങ്ങൾ കണ്ട് അനുഭവിച്ച് സന്തോഷിച്ച് മുന്നേറാൻ നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ തകർക്കപ്പെടണമേ, അന്ധകാരത്തിൻ നുഖങ്ങൾ തകർക്കപ്പെടണമേ. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. ആലയത്തെ രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ദൂത സൈന്യത്തിൻ്റെ കാവല് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. നിനക്ക് ഹിതമുള്ളവർ വിടുവിക്കപ്പെടുന്ന ആമേൻ സ്തോത്രം സ്ഥലമാക്കി കർത്താവ് ഈ സ്ഥലത്തെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടവർ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ അകത്ത് വന്ന് വിടുതൽ പ്രാപിപ്പാൻ ഇടവരുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിന് വലിയ മഹത്വം ഉണ്ടാക്കണമെന്ന് അപേക്ഷിക്കുന്നു. സഭയെ അനുഗ്രഹിക്കണം, വൈകിട്ടത്തെ യോഗം അനുഗ്രഹിക്കണം, നിന്റെ ജനത്തെ അനുഗ്രഹിക്കണം. ഈ നാളുകളിൽ, ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥന കർത്താവേ സ്തോത്രം പട്ടണത്തിൻ്റെ ഉണർവിന്, സഭയുടെ അമേശ്വത്ര വളർച്ചയ്ക്ക് ദൈവം മുഖാന്തരമാക്കുന്നതിനാൽ സ്തോത്രം. കുടുംബങ്ങളുടെ അമേൻ സ്തോത്രം ഹല്ലേലൂയ വിടുതലിന്, കുടുംബങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമാക്കണം. യേശുവിൻ്റെ നാമത്തിൽ
കരങ്ങളിൽ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മാനം, മഹത്വം, പുകഴ്ചയും അങ്ങയ്ക്ക്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവസ്നേഹത്തിന് നന്ദി, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. വലകരം തലയിൽ വെച്ച് ചേർന്ന് പാടാം. I stay right under the blood. I stay right under the blood. I stay right under the blood. Where the devil can do me no harm. Where the devil can do me no harm. No harm, no harm, no harm. No harm, no harm, no harm. No harm, no harm, no harm. Where the devil can do me no harm. Where the devil can do me no harm. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധ റൂഹയുടെ കാവൽ, ദൈവികാശ്വാസങ്ങളും സമാധാനവും ഇപ്പോഴും എപ്പോഴും എല്ലാ കുടുംബങ്ങളോടും കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ. ജയം നിന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സമാധാനം പിരിഞ്ഞു പോകാം. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.